എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ കുട്ടി വിരാശിന്റെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് മട്ടന്നൂർ മാളിലേക്ക് പോവാണ്. അവന് കുറച്ച് ദിവസമായി മാളിൽ പോകണമെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ദൂരെയൊന്നും നമുക്ക് പോകാൻ പറ്റൂല. അതുകൊണ്ട് മട്ടന്നൂർ വരെ പോയിട്ട് അവനെ എല്ലാം കാണിച്ചു കൊടുക്കാന്ന് വെച്ച്. അവിടെ എന്തൊക്കെയുള്ള അവന് ഗെയിമുണ്ട്, ഫുഡുണ്ട്. മിശാല ഇടക്കിടക്ക് പോകുന്നതാണ്. അപ്പോൾ നമ്മൾ കുട്ടി വിരാശിനെയും കൊണ്ട് നമ്മൾ മാളിലൊക്കെ ഒന്ന് പോയിട്ട് വരട്ടെ. പിന്നെ വിശേഷങ്ങളൊക്കെ ഉണ്ട്. വൈകുന്നേരം കേക്ക് മുറി ഉണ്ട്. അപ്പം ചെറുതായിട്ട്, വലുതായിട്ടൊന്നുമില്ല. മുനീർക്കുള്ളപ്പോൾ നല്ല ഉഷാറിൽ കഴിക്കുന്നതായിരുന്നു. ഈ പ്രാവശ്യം ചെറുതായിട്ടൊന്ന് ഒരു ചെറിയ കേക്കൊക്കെ മുറിച്ച് അവന് ഒരു ചെറിയൊരു സന്തോഷം. അപ്പോൾ നമുക്ക് വയ്യ. എനിക്കും മിറാശുവിനും മിഷാലിനൊക്കെ തണുപ്പ് പിടിച്ചിട്ടുണ്ട്. സൗണ്ടൊക്കെ അതുകൊണ്ട് നന്നായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ എന്നാലും കുട്ടി മിറാശിനോട് നമ്മൾ കുറച്ച് ദിവസം മുമ്പേ പറഞ്ഞായിരുന്നു മാളിലൊക്കെ പോകുമെന്ന്. അതുകൊണ്ട് പിന്നെ അത് മാറ്റി വെക്കണ്ടെന്ന് വെച്ച്, അവൻ്റെ സന്തോഷം ഇല്ലാതാക്കണ്ടെന്ന് വെച്ച്. അല്ല മിറാശു, വേറെന്താ ബർത്ത്ഡേ ആയിട്ട് തന്നെ പറയാനുള്ള? എത്രാമത്തെ ബർത്ത്ഡേയാ? 7ാമത്തെ ബർത്ത്ഡേ ആണ് മിറാശുവിൻ്റെ. അപ്പം നമ്മൾ മട്ടന്നൂരിൽ പോയിട്ട് അവിടുത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാവേ. നമ്മൾ മാളിൽ എത്തിയിട്ടുണ്ട്. കയറിയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിക്കാം. വിശാൽ ഇവിടെ 2-3 വട്ടമൊക്കെ വന്നിട്ടുണ്ട്. ഏതാ വണ്ടിക്ക് വേണം? നീ പോയിട്ട് നടന്നോ. അപ്പം നമ്മൾ ഗെയിം സെക്ഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആയിട്ടില്ല, അവരോട് ചോദിക്കട്ടെ. നമ്മൾ കുട്ടികളാശിനി വലുതിലൊന്നും ആക്സിലേറ്റർ ഒന്നും എത്തൂല. അതുകൊണ്ട് ഇത് ചെറിയതാണ്ട ആക്സിലേറ്ററിൽ എത്തും. അപ്പോൾ ഇതാണ് ഓടിക്കാൻ സുഖം. വിരാശോ ഓക്കെ. അപ്പോൾ അവരിങ്ങനെ ഒരു കാർഡ് തരും കേട്ടോ. ആ കാർഡ് നമ്മൾ ഇടുക ചെയ്യുന്നത്. അപ്പം മിശാൽ ഏകദേശം ഫിനിഷിംഗ് പോയിന്റിൽ എത്താനായി. ഭയങ്കര ഡ്രൈവാണല്ലോ. ഉണ്ട് വലിയ കാറാണ് കേട്ടോ. ഞാൻ കയറി നോക്കും. നമുക്ക് ആക്സിലേറ്ററുള്ള സീനാണ്. കാലെത്താത്തോണ്ട് നമ്മൾ മിച്ചൂസ് മടിയിലിരുത്തിയിട്ടാണ് ഓടിക്കുന്നുണ്ടോ. നമ്മൾ പോയ പാടും ഒരു കാർഡ് എടുക്കണം. 100-200 രൂപയോ കൊടുത്തിട്ട്. ചെറിയ പൈസയേ ഉള്ളൂ. അപ്പം 25, 30, 50 അങ്ങനെയാണ് ഓരോ ഗെയിമിൽ സ്റ്റാർട്ട് ആകുന്നത്. അപ്പോൾ ഇഷ്ടംപോലെ സമയം നമുക്ക് കളിക്കാനും പറ്റും. ചെറിയ എമൗണ്ടേ ഉള്ളൂ. ഇത് വേറൊരു ഗെയിമാണ്, തോക്ക് വെക്കുന്നത്. തോക്ക് വെച്ചിട്ട് പക്ഷെ ഇതെങ്ങനെയുണ്ട്? നമ്മളെ മിശാല് പിസ്സ നോക്കലാണ്. ഏതാ വേണ്ടേ? കാര്യമായിട്ട് നോക്കുന്നുണ്ട്. നമ്മളങ്ങനെ ഫുഡെല്ലാം ഓർഡർ ആക്കിയിട്ട് ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ. നമുക്ക് എന്ത് വേണം എല്ലാം ഉണ്ട്. അപ്പം ഓർഡറാക്കി ഇരുന്നിട്ടുണ്ട്. സമയമെടുക്കും. പിസ്സയൊക്കെ ആയതുകൊണ്ട് ചെയ്ത് വരുമ്പോൾ സമയമെടുക്കും. അപ്പോൾ നമ്മൾ കുട്ടി വിരാശിനെ കാണിച്ചേരേ. അവന് ഡാൻസാണ്. സന്തോഷം കണ്ടാ? ഗെയിമിലെല്ലാം കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട്? സൂപ്പർ. നമ്മളിപ്പോൾ എന്നാ തിന്നാൻ പോകുന്നത്? പിന്നെ കുനാഫ ഉണ്ട്, ചോക്ലേറ്റ് കുനാഫ. നമ്മൾ 5 പൈസ പിന്നെ രാഷ്ട്രീയ പറയുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഗുണാഫെല്ലാം സൂപ്പറാണ്. അതുപോലെ തന്നെ പിസ്സ അതിലേറെ സൂപ്പർ. നല്ല ടേസ്റ്റാണ്. നമ്മൾ മട്ടന്നൂർ വരുന്നുണ്ടെങ്കിൽ ഇവിടെ കയറിയിട്ട് കഴിച്ചു നോക്കണം. അടിപൊളിയാണ്. ഞാൻ കഴിക്കട്ടെ. അപ്പോൾ ഗുണാഫ തീറ്റി ഞാനും മിറാഷ് ഒഴിവാക്കി. മിഷാലാണ് ലാസ്റ്റ് കഴിക്കുന്നത്. നമുക്ക് സെറ്റാകുന്നില്ല. എല്ലാം പിസ്സയും 5 പ്രൈസും ചായയും സവനപ്പും എല്ലാം കഴിച്ചു നോക്കുമ്പോൾ ഫുള്ളായി കോടൽ. അപ്പോൾ മിഷാല എങ്ങനെയുണ്ട്? സൂപ്പറാ. ഓന് ഓടിപ്പോയിട്ട് ആദ്യം കയറിയതാണ്. 2ാമത് ഇറങ്ങണമെന്നെല്ലാം പറഞ്ഞിട്ട് ഇറങ്ങി വരുന്നുണ്ട്. ഞങ്ങൾക്ക് ഇറങ്ങാൻ ഭയങ്കര പേടിയുള്ളൂ. കയറൽ വിഷയമില്ല, ഇറങ്ങുമ്പോൾ ഭയങ്കര ഒരു പേടി വരും. അപ്പോൾ ഇതാ കുട്ടി പ്രാവശ്യം എത്തിയിട്ടുണ്ട്. ഇത് 2-3 കുറിയായി കയറും ഇറങ്ങാനും ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒഴിവുള്ള സമയത്ത് മക്കളെയും കുട്ടി ഇങ്ങനെ പുറത്തൊക്കെ പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. എപ്പോഴെങ്കിലും. കാരണം എന്ന് വെച്ചാൽ അവരെ സന്തോഷം അത് വല്ലാത്തൊരു സന്തോഷമാണ്. മുനിയുള്ളപ്പോൾ നമ്മൾ എല്ലാ സ്ഥലത്തും കൊണ്ടുപോകാറുണ്ടായിരുന്നു.
പക്ഷേ ദൂരെയൊന്നും നമുക്ക് മക്കളെയും കൊണ്ട് പോകാൻ പറ്റില്ലല്ലോ. ഒന്നാമത് വണ്ടി ഓടിച്ച് ദൂരം പോകണം. അതുകൊണ്ട് അടുത്തടുത്തൊക്കെ ഞാൻ പരമാവധി കൊണ്ടുപോകാൻ ശ്രമിക്കാറുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മളെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ. വിശാൽ ഇക്കാക്കാൻ്റെ റോള് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. രാവിലെ മുതലേ കുട്ടി വിരാഷിൻ്റെ ബർത്ത്ഡേൻ്റെ ഒരുക്കാണ്. ഡെക്കറേഷൻ ചെയ്യാനും കേക്ക് റെഡിയാക്കാനും ഒക്കെ അവനാണ്. നമ്മുടെ കുട്ടി വിരാഷിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. 7ാമത്തെ ബർത്ത്ഡേ ആണ്. എല്ലാ വർഷവും ഇവരൊക്കെ വന്നിട്ടാണ് മുറിക്കല്. ഈ പ്രാവശ്യം 3 കുഞ്ഞി തത്തമാര് അനിയത്തിമാരും കൂടി ഉണ്ട്. തത്തമാരില്ല, അനിയത്തിമാരും കൂടി ഉണ്ട് ഒരിക്കലും മുറിക്കാൻ. അപ്പോൾ നമ്മൾ മുറിക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പൊ നമ്മുടെ കുട്ടി വിരാശിന്റെ ബർത്ത്ഡേക്കുള്ള വിശാലും വിരാശും തന്നെയാണ് ഇതൊക്കെ സെറ്റാക്കിയത്. ചെറിയ മട്ടത്തിലുള്ളൂ, അത്യാവശ്യം വലുതായിട്ടൊന്നും കഴിച്ചിട്ടില്ല. നമ്മളെപ്പോഴും വിളിക്കുന്ന പോലെ കുഞ്ഞുങ്ങളെ വിളിച്ച് കേക്കൊക്കെ മുറിച്ച് സന്തോഷം. മുനീർക്കടൊപ്പം നമ്മൾ നല്ല വലുതായിട്ടൊക്കെ കഴിക്കുന്നതാണ്. ചെറുതായിട്ട് കഴിക്കുന്നുള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നത്.